ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ ഗാസ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ നോക്കുന്നത്. ഇതിൽ ഹമാസ് ഒരു 5 പേരെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ഈദ് ഉൽ ഫിത്തർ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5 പേരെ റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മൊത്ത ബന്ദികളെയും വിടാമെന്ന് പറഞ്ഞിട്ടില്ല, 5 പേരെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. വീണ്ടും അവർ ഇതേപോലെ പ്രൊപ്പഗൻഡ വീഡിയോ ഒക്കെ പുറത്തിറക്കിയിട്ട് അവർ ഹമാസ് സ്ഥിരമായിട്ട് കാണിക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ദികളെ റിലീസ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ഏഷ്യൻ സൈഡിൽ മ്യാൻമറിൽ നടന്ന ആ ഒരു ഭൂചലനം, അതിൽ മരണനിരക്ക് 1650 ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു കെട്ടിട ഇടിപാടുകൾ, ബിൽഡിംഗ് റബിൾസിന്റെ ഇടയിൽ ഒരുപാട് പേര് കുടുങ്ങിക്കിടപ്പുണ്ടെന്നും ഏതാണ്ട് 10,000-ലധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. മ്യാൻമറിന്റെ അവസ്ഥയൊക്കെ അറിയാലോ, അവിടെയൊക്കെ മിലിറ്ററി റൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാർത്തകൾ അറിയുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാൽ ഇപ്പം പൊതുവിൽ ആഗോള സംഘടനകളിൽപ്പെട്ട ആൾക്കാരെല്ലാം തന്നെയും അകത്ത് പോയിട്ടുണ്ട് ഈ ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇസ്രായേൽ അതുപോലെ തായ്ലാന്റിലേക്ക് ഒരു ടീമിനെ അയച്ചിട്ടുണ്ട്, റെസ്ക്യൂ ടീമിനെ. ഇന്ത്യ റെസ്ക്യൂ ടീമിനെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി തന്നെ പലരും ഈ റെസ്ക്യൂ ടീമിനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാര്യം അവിടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അതുപോലെ തന്നെ ഈജിപ്തില് സിന്ദ്ബാദ് എന്ന് പറഞ്ഞൊരു ഈ സബ്മറൈൻ ടൂറിസ്റ്റുകളെ വഹിച്ചുകൊണ്ട് കടലിന്റെ അടിത്തട്ടിൽ 250 മീറ്റർ താഴോട്ട് പോകാനുള്ള ഒരു ശേഷിയുണ്ട്. പ്രഷർ അത്രമാത്രം താങ്ങാനുള്ള, അതായത് കടലിന്റെ അടിയിൽ 250 മീറ്റർ താഴോട്ട് പോയാലും ഇതിന് പ്രഷർ താങ്ങി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉള്ള രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇത് ഒരിക്കലും 250 അത്രത്തോളം താഴോട്ട് പോവാറില്ല. ഇത് അതിന്റെ ഹാഫ് പോലും സഞ്ചരിക്കാറില്ല. സംഭവിച്ചത് വളരെ പരിതാപകരമാണ്. ഏതാണ്ട് 6 പേര് മരണപ്പെട്ടു. ഈ ഒരു സബ്മറൈൻ ഫുൾ ആൻഡ് ഫുൾ കടലിന്റെ അടിത്തട്ടിലേക്ക് തന്നെ മുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ഇത് ടൈറ്റൻ, ഓഷൻ ഗേറ്റിന്റെ ടൈറ്റൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പൊടി പോലും കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ആ ഒരു ടൈറ്റൻ പേടകം മായമായി പോയത്. എന്നിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഡെബ്രിയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത്, പക്ഷെ എന്നാലും വിഷയം വളരെ ഗുരുതരമാണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ്ട് ഈ പവിഴപ്പുറ്റുകൾ കാണാനും അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് സബ്മറൈനിൽ ഈ ടൂറിസ്റ്റുകൾ യാത്ര നടത്തിയത്. അപ്പൊ അതിൽ 45 പേര് ടൂറിസ്റ്റുകളും, അതിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്ത് സഞ്ചരിച്ചത്. 45 പേരുണ്ടായിരുന്നു, പ്ലസ് 5 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ 50 പേരുണ്ടായിരുന്നു. ഇതിൽ 6 പേര് കൊല്ലപ്പെട്ടതിൽ ഈ മരണപ്പെട്ടതിൽ കൂടുതലും റഷ്യൻ സിറ്റിസൺ ആണ്. അത് റഷ്യ വളരെ വ്യക്തമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു പറഞ്ഞിരിക്കുന്നത് ഇത് വെറുതെ അങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു സബ്മറൈൻ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പവിഴപ്പുറ്റിൽ ഇടിച്ചിട്ടുണ്ട് എന്നാണ് റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ്. റഷ്യ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ തന്നെ അവിടെ ഈജിപ്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന് പറ്റിയൊരു അബദ്ധം എന്നുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അവിടെ മുന്നോട്ട് പോവാണ്. രക്ഷപ്പെട്ടു വന്ന ആൾക്കാരിൽ കുറച്ചുപേരൊക്കെ ട്രീറ്റ്മെന്റിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പക്ഷെ എന്നാലും ഇതിനകത്തൊരു വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അവർ പങ്കുവച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സബ്മറൈനകത്ത് വെള്ളം ഇങ്ങനെ കയറി വരികയായിരുന്നു. അപ്പൊ അതായത് ഈ സബ്മറൈനിൽ 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷ്വൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസുകളാണ്. അതായത് നമ്മൾ ടൈറ്റന്റെ ഒരു സൈഡിൽ ആ ഒരു വിഷ്വൽ പോയിന്റ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും കുറെ വിഷ്വൽ പോയിന്റുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഗ്ലാസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്, ലെഫ്റ്റ് റൈറ്റിലായിട്ട്. അത് കൂടാതെ ഫ്രണ്ടിലാണ് ഇതിന്റെ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഇവരെ ഗൈഡ് ചെയ്യാനും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ എന്തായാലും ഈ സബ്മറൈൻ കരയോട് അടുക്കുന്ന ആ ഒരു ദൂരത്തിൽ 1 കിലോമീറ്റർ അകലെ വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ടീമൊക്കെ എത്തി പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മരണനിരക്ക് ഇനിയും കൂടി പോയേനെ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തായാലും ടൈറ്റന് ശേഷം, അതായത് ഓഷൻ ഗേറ്റിന്റെ ടൈറ്റന് ശേഷം ഈ ഒരു സിന്ദ്ബാദിന്റെ ഒരു അപകടം കൂടി രേഖപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഗാസയ്ക്കുള്ളിൽ IDF ട്രൂപ്സിനെതിരെ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ആംഡ് വെഹിക്കിളിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംഡ് വെഹിക്കിളിന്റെ, അതായത് ആംഡ് ബുൾഡോസറിന്റെ മേളിലാണ് ഈ ഒരു ഷെല്ല് വന്ന് പതിച്ചത്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഇഞ്ചുറി ഒന്നുമില്ല. അതേസമയം ഗാസയിൽ പ്രത്യാക്രമണം എന്നുള്ള നിലയിൽ തിരിച്ചടിയും കൂടെ നൽകിയിട്ടുണ്ട്. ഇത് ഖാൻ യൂനിസ് ഭാഗത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നതായിട്ട് രേഖപ്പെടുത്തുന്നത്. ഗാസയ്ക്കുള്ളിൽ IDF ഡസൻസ് ഓഫ് ടെറർ ഓർഗനൈസേഷന്റെ, അതായത് തീവ്രവാദികളുടെ താവളങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട കുറെ സ്ഥലങ്ങൾ ഇന്ന് ഗാസയ്ക്കുള്ളിൽ IDF അടിച്ച് തകർത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ ശരിക്കും നല്ല രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവാക്യുവേഷൻ നോട്ടീസ് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇസ്രായേൽ ഒരു ദിവസം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാസയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ഹമാസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അത് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലല്ല. മറ്റുള്ള മീഡിയകളെല്ലാം എങ്ങനെയാണ് ഇതിന്റെ പ്രൊപ്പഗണ്ട പുറത്തു കൊണ്ടുവരുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ
ശരിക്കും ഈ ഒരു ആൾക്കാര് അവർക്ക് അതായത് ഈ ഗാസയിലുള്ള ജനങ്ങൾ അവർ പട്ടിണിയാണ്, അവർക്ക് ഫുഡ് വേണം, അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിനെല്ലാം ഈ ഒരു ഹമാസ് തടയാണ്. ഞങ്ങൾ ഹമാസിന്റെ ഭാരവാഹികളല്ല, ഞങ്ങൾക്കും ഹമാസിനും യാതൊരു ബന്ധമില്ല. ഇങ്ങനെയുള്ള സ്ലോഗൻസ് ഒക്കെ എഴുതി വെച്ചുകൊണ്ടാണ് അവർ പ്ലഗാർഡൊക്കെ പിടിച്ചുകൊണ്ട് ആ ഗാസയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തുന്നത്. ചില ആൾക്കാർ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഹമാസിനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ കുറെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറെ യങ്സ്റ്റേഴ്സ് ആണ് അവിടെ സമരത്തിനൊക്കെ വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതൊന്നും അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് ഇതുവരെ കണക്കാക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ സന്ദർഭം, അതായത് ഈ ഒരു സാഹചര്യത്തിൽ അവർ ചെയ്തു പോകുന്ന വിഷയങ്ങളായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കാൻ ഒരുപാട് സഹായം ചെയ്തതും ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. ഒരുപാട് പേര് ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധം, പ്രത്യേകിച്ചും ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധം നടത്താൻ സാഹചര്യം ഒരുക്കിയതും ഒരുപാട് പേര് അവിടെ തന്നെയാണ് ഈ ഒരു ഹമാസിനെ അനുകൂലിച്ച്, ആ കോളേജിൽ തന്നെയാണ് ഒരുപാട് ഹമാസ് അനുകൂലികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോളേജിലേക്കുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെയാണ് അമേരിക്ക നിർത്തിവെച്ചിരിക്കുന്നത്. ആ കോളേജിൽ തന്നെയാണ് ഒരാളെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്താക്കാൻ ഇപ്പം പിടിച്ച് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, മുഹമ്മദ് ഖലീൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കോളേജിലെ പ്രസിഡന്റിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ആ കോളേജിലെ പ്രസിഡന്റിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. തികച്ചും പറഞ്ഞാൽ അവരിനി അവിടെ പ്രസിഡന്റ് ആയിട്ട് തുടരണ്ട എന്നുള്ള നിലപാടാണ് ആ കോളേജ് അധികൃതർ എടുത്തിരിക്കുന്നത്. കാരണം ആ കോളേജ് സെനറ്റ് കമ്മിറ്റി, ആ കോളേജിന്റെ കറസ്പോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ ഒരു നിലവിലെ പ്രസിഡന്റിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക എന്നുള്ളത്. കൊളംബിയ കോളേജിലെ പ്രസിഡന്റിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലിനെതിരെയുള്ള നിലപാട്. അത് തന്നെയാണ് കാരണം. അവർക്ക് ആ നിലപാടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷെ ആ കോളേജിൽ പൊതുവെ ഈ ഒരു നിലപാട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്നതാണ് ആരോപണമല്ല, അതിന്റെ ഫൈൻഡിങ്സ് ഉണ്ട്. അതിന്റെ തെളിവുകൾ സഹിതം പിടിച്ചെടുത്തിട്ടാണ് ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലെ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ നിയമം കൂടി വന്നിട്ടുണ്ട്. അത് ഫോറിൻ ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ഫോറിൻ ഫണ്ടുകൾ മേടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുക, നിങ്ങൾ തുറന്നു പറയുക എന്തൊക്കെ ഫണ്ടുകൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എവിടെ നിന്നൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൂടെ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലത്തെ തീവ്രവാദ സംഘടനകളെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഫണ്ട് വരുന്നുണ്ടോ എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യുഎസിന്റെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഹൂത്തികളുടെ മേളിൽ ഫ്രഷ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എവറി ഡേ അവിടെ ഫ്രഷ് അറ്റാക്ക് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അമേരിക്ക ഊന്നി പറയുന്നത് ഇന്റൻസ്, അതായത് അത്ര ഇന്റൻസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് B2 ബോംബർ കൊണ്ട് തന്നെയാണ് ആക്രമണം നടത്തിയത്. B2 ബോംബർ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ഇറാനെയും ഹൂത്തികളെയും തന്നെയാണ്. ഹൂത്തികളെ അറ്റാക്ക് ചെയ്യുന്നതിൽ ഇറാനികൾക്ക് നല്ല രീതിയിലുള്ള വേദന എടുക്കുന്നുണ്ടെന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അത് പൊതുവിലുള്ള വിലയിരുത്തലല്ല, അതൊരു സത്യസന്ധമായ കാര്യം കൂടിയാണ്. കാരണം ഇറാന്റെ അസറ്റാണ് അവിടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ അസറ്റുകൾ, ഇറാൻ കൊടുത്ത മിസൈലുകൾ, ഇറാൻ കൊടുത്ത ടെക്നോളജി, ഇറാൻ കൊടുത്ത പൈസയിൽ പണിത തുരങ്കങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അവിടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇറാന് ശരിക്കും പറഞ്ഞാൽ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഹൂത്തികളെ അടിച്ചാലും ഇറാനെ അടിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ദിവസങ്ങൾ വീണ്ടും വീണ്ടും മോശപ്പെട്ടതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഫേസസ് ബാഡ് ആൻഡ് ബാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂത്തികൾ ഈ മാർച്ച് മാസം ജസ്റ്റ് 7 മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിനെ നോക്കി അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയത്. ജസ്റ്റ് 7 ഓൺലി. ഈ ഒരു ചേഞ്ച് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇസ്രായേൽ ഇപ്പം ഗാസയിൽ ആക്രമണം തുടങ്ങിയിട്ടും ഇപ്പം ഹൂത്തികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത്? ജസ്റ്റ് 7 മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിന് നേർക്ക് വിടാൻ പറ്റിയത്. അതും തന്നെ ഇസ്രായേൽ ഫുൾ ആൻഡ് ഫുൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് ഇന്ന് അമേരിക്ക ഹൂത്തികളുടെ സിറ്റീസ്, ഹൂത്തികൾ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റികൾ മൊത്തത്തിലുള്ള ആക്രമണമാണ് ഇന്ന് അഴിച്ചുവിട്ടത്. അതിലുപരിയായിട്ട് എയർപോർട്ടിലും കൂടെ ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്ക. കാരണം അമേരിക്ക ഉദ്ദേശിക്കുന്നത് അവരുടെ സപ്ലൈ കട്ട് ചെയ്യാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ആക്രമണം എയർപോർട്ടിൽ നടത്തണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എയർപോർട്ടിനെ അറ്റാക്ക് ചെയ്തത്. നെതന്യാഹു മൊസാദിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് വേറെ ഒന്നുമല്ല, ആ ടാസ്ക് കുറച്ചായിട്ട്, അതായത് 100 പേരോ 50 പേരോ 500 പേരോ 1000 പേരോ എത്ര പേര് വേണേലും ആയിക്കോട്ടെ, പല രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തി ഏതൊക്കെ രാജ്യങ്ങൾ ഈ പാലസ്തീനികളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ ഒരു വിവരം ശേഖരിച്ചിട്ട് എത്രയും വേഗം അത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 50 പേരാണെങ്കിൽ 50 പേര്, 100 പേരാണെങ്കിൽ 100 പേര്, 1000 ആണെങ്കിൽ 1000, 10000 ആണെങ്കിൽ 10000, ആ രീതിയിൽ ആൾക്കാരെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ, മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് മൊസാദിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പാരലൽ ആയിട്ട് IDF വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ നിന്ന് 20 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 20 പേരെ.
അപ്പൊ ഇതുപോലെ ദിവസം അറസ്റ്റും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവാക്യുവേഷനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒഴിപ്പിക്കൽ പ്രക്രിയയും നടക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ. രണ്ട് സൈഡിലും തകൃതിയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലുപരിയായിട്ട് ഹമാസിന്റെ രണ്ട് പ്രധാനപ്പെട്ട ലീഡർ ഈ ആക്രമണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സുപ്രധാന വ്യക്തികളെ വധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സമഗ്രമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകൾ. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.